ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. നമ്മളെല്ലാവരും നമ്മുടെ ലൈഫിൽ ഏതെങ്കിലും പോയിന്റിൽ സ്റ്റക്കായി പോയിട്ടുള്ള ആളുകളായിരിക്കും. ഒരുപക്ഷെ അത് കരിയർ വൈസ് ആയിരിക്കും, അല്ലെങ്കിൽ അത് റിലേഷൻഷിപ്പ് വൈസ് ആയിരിക്കും. പക്ഷെ ഒന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഒന്നുകൂടി നല്ലതായി ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ ഒരു ബെറ്റർ റിസൾട്ട് കിട്ടുമായിരുന്നു നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അങ്ങനെ അത്തരത്തിൽ നമ്മുടെ ലൈഫിൽ പല ഡൗൺ പോയിന്റ്സിലും നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്ന തരത്തിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബുക്കിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ക്വിറ്റ് ദ പവർ ഓഫ് നോയിങ് വെൻ ടു വാക്ക് അവേ. എഴുതിയിരിക്കുന്നത് ആനി ഡ്യൂക്ക് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ഓതറാണ്. നമ്മുടെ ലൈഫിലുടനീളം വളരെ കൺവെൻഷനൽ ആയിട്ട് നമ്മൾ വളരെയധികം കേട്ടുവരുന്ന ഒരു പ്രയോഗമുണ്ട്, വിന്നേഴ്സ് നെവർ ക്വിറ്റ്, അതുപോലെ തന്നെ ക്വിറ്റേഴ്സ് നെവർ വിൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള നമ്മളൊരു ബിലീഫ് സിസ്റ്റത്തെ വളരെയധികം ചേഞ്ച് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പുസ്തകമാണ് ക്വിറ്റ് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഒരു മാർക്കറ്റിൽ ഏറ്റവും അധികം സെൽ ചെയ്ത് വരുന്ന ഒരു മോട്ടിവേഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള ബുക്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിൽ ഏറ്റവും അധികം ആവർത്തിച്ച് പറയുന്ന വാക്കുകൾ അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നെവർ ക്വിറ്റ്, അതുപോലെ തന്നെ ഡോണ്ട് ക്വിറ്റ്, നെവർ ഗിവ് അപ്പ് എന്നൊക്കെ പറയുന്ന ചില ടേംസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്വിറ്റ് എന്ന് പറയുന്ന ഒരു കാര്യത്തെ തന്നെ വളരെ മോശമായിട്ടുള്ളൊരു കാര്യമായിട്ട്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പരാജയവുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കേട്ടു വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള നമ്മുടെ ഒരു ചിന്താഗതിയെ വളരെയധികം മാറ്റുന്ന തരത്തിലാണ് ഈ ഒരു ബുക്കിൻ്റെ നറേഷൻ ടോട്ടലായിട്ട് വന്നിരിക്കുന്നത്. പിന്നെ കൂടാതെ തന്നെ ഇതിനകത്ത് പറയുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ക്വിറ്റിംഗ് എന്ന് പറയുന്ന ഒരു കാര്യത്തെ ഒരു മോശമായിട്ടുള്ള ഒരു കാര്യമായി കാണുന്നതിന് പകരം അതിനെ വളരെ ബുദ്ധിപരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ലൈഫിൽ വളരെ വലിയ സക്സസ് നേടാൻ പറ്റും എന്നാണ് ഓതർ പറയുന്നത്. സക്സസ് എന്ന് പറയുന്നത് കേവലം പെർസിസ്റ്റൻസ് മാത്രമല്ല എന്ന് ബോധ്യപ്പെടുത്താനായിട്ട് അദ്ദേഹം പറയുന്ന ഒരു എക്സാമ്പിളാണ് സങ്ക് കോസ്റ്റ് ഫാലസി എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഒരു കോളേജിലേക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് ഒരു ഗ്രൂപ്പായിട്ട് സ്റ്റുഡൻസ് പലപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട്, ഒരു കോഴ്സിനൊക്കെ അഡ്മിഷൻ എടുക്കാറുണ്ട്. അപ്പോൾ അത്തരം സിറ്റുവേഷൻസിൽ ഒരുപക്ഷെ എല്ലാവരുടെയും താല്പര്യപ്രകാരം ആയിരിക്കില്ല അങ്ങോട്ട് പോകുന്നത്. ഒരു ഗ്രൂപ്പായിട്ട് ഒരു തീരുമാനം എടുത്ത് അങ്ങോട്ട് പോകുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ധാരാളം പൈസയും അഡ്മിഷനും മറ്റു കാര്യങ്ങൾക്കായിട്ട് ധാരാളം പൈസ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷമായിരിക്കും അവർ അങ്ങോട്ട് പോകുന്നത്. പക്ഷേ ആ ഒരു സിറ്റുവേഷൻസിൽ പലപ്പോഴും നമുക്ക് അവിടെ എത്തിച്ചേർന്നതിന് ശേഷമായിരിക്കും ഇത് നമുക്ക് ചേർന്ന ഒരു കോഴ്സ് അല്ല എന്നൊരു ബോധ്യം അവർക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു കാര്യം അവർ പാരൻസ് ആയിട്ട് കൺസൾട്ട് ചെയ്ത് ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാനുള്ള ധൈര്യം 90% ആളുകളും ആ സമയത്ത് ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കാത്ത പക്ഷേ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ പലപ്പോഴും അവരുടെ കരിയർ തന്നെ അബദ്ധത്തിലോട്ട് പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവിടെ ചെയ്യാവുന്ന ഏറ്റവും ബെസ്റ്റ് കാര്യം എന്ന് പറയുന്നത് അത് ആ ഒരു പോയിന്റിൽ തന്നെ അത് സ്റ്റോപ്പ് ചെയ്ത് നമുക്ക് പറ്റില്ല എന്ന് മനസ്സിലാക്കിയ ആ ഒരു പോയിന്റിൽ തന്നെ അത് സ്റ്റോപ്പ് ചെയ്ത് വേറൊരു കാര്യത്തിലോട്ട് പോകുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. സങ്ക് കോസ്റ്റ് ഫാലസിയുമായി ബന്ധപ്പെട്ട് ഓതർ ബുക്കിൽ പറയുന്ന ഒരു എക്സാമ്പിളാണ് 96 കാലഘട്ടത്തിൽ ഒരു എവറസ്റ്റ് എക്സ്പെഡിഷനെ കുറിച്ച് പറയുന്നത്. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഗൈഡ്സിൻ്റെ കൂടെ ഒരു 2 ടീമുകൾ എവറസ്റ്റ് കയറുകയുണ്ടായി. പക്ഷെ അവർ ഓൾമോസ്റ്റ് ആ ടോപ്പിനോട്ട് എത്താനായെങ്കിലും പക്ഷേ ആ ഒരു സമയത്ത് അവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് വളരെ മോശവും അവർക്ക് തിരിച്ചിറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നതാണ്. പക്ഷെ ആ ഒരു സിറ്റുവേഷൻസിൽ അവർ തിരിച്ചിറങ്ങുക എന്നുള്ള അവർക്ക് കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് ഉണ്ട്, ക്രൈറ്റീരിയാസ് ഉണ്ട്. ആ ഒരു ക്ലൈമറ്റ് മോശമാണെന്നുണ്ടെങ്കിൽ തിരിച്ചിറങ്ങുകയാണ് അവിടെ ചെയ്യേണ്ട ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ. പക്ഷെ അവരത് ഫോളോ ചെയ്യാത്തതിലൂടെ തിരിച്ചും വീണ്ടും മുകളിലോട്ട് കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷെ ആ ഒരു യാത്ര എന്ന് പറയുന്നത് തന്നെ പിന്നീട് അവരുടെ ആ ഒരു ടീമിൻ്റെ തന്നെ മരണത്തിലാണത് കലാശിച്ചത്. അപ്പോൾ ഈ ഒരു പറയുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് തന്നെ ഒരു കൃത്യമായ സമയത്ത് കൃത്യമായിട്ടുള്ള ആ ക്രൈറ്റീരിയാസ് ഫോളോ ചെയ്യണം. അത് ചിലപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ആണെന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്ത് നമുക്ക് പിന്നീട് ഒരു തവണ അതിനുവേണ്ടി ട്രൈ ചെയ്യാമെന്നുള്ള ഒരു തീരുമാനത്തിലൂടെ നമ്മൾ എത്തിച്ചേരുന്നതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് ഓതർ ഇവിടെ പറയുന്നത്. ഈ ബുക്ക് വായിച്ച സമയത്ത് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം മങ്കീസ് ആൻഡ് പെഡസ്റ്റൽ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ അതിനകത്തുണ്ട്. അതിനകത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ സർക്കസിനോട്ട് പോകുന്ന സമയത്ത് അതിനകത്ത് പല ആനിമൽസിനെയും ട്രെയിൻ ചെയ്ത് പല ആക്ടിവിറ്റീസും ചെയ്യിക്കാറുണ്ട്. അപ്പോൾ മങ്കീസ് ആൻഡ് പെഡസ്റ്റൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മങ്കിയെ ട്രെയിൻ ചെയ്ത് ഒരു ആക്ടിവിറ്റി ചെയ്യിക്കുക എന്നുള്ളതാണ്. പക്ഷെ അതിനകത്ത് കോറായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് പല ആളുകളും അതിൽ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യത്തെ അവോയ്ഡ് ചെയ്തതിന് ശേഷം വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് അവിടെ ഒരു പ്രോഗ്രസ് ഉണ്ടാക്കുന്നതായിട്ട് ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ ഒരു മങ്കീസ് ആൻഡ് പെഡസ്റ്റൽ എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിയിലോട്ട് വരുന്ന സമയത്ത് അവിടെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു മങ്കിയെ ട്രെയിൻ ചെയ്യിക്കുക എന്നുള്ളതാണ്. ഇപ്പം ആ ഒരു മങ്കി ഉപയോഗിച്ചൊരു കാര്യം ചെയ്യുന്ന സമയത്ത് ആ മങ്കിയെ ട്രെയിൻ ചെയ്യാൻ നമുക്ക് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ഫ്ലോപ്പാണ്. പക്ഷേ ആ ഒരു സിറ്റുവേഷൻസിൽ പലരും ഈ ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യത്തെ അവോയ്ഡ് ചെയ്തതിന് ശേഷം അവിടുത്തെ ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു പെഡസ്റ്റൽ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു പെഡസ്റ്റൽ ബിൽഡ് ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരു ഫേക്ക് പ്രോഗ്രസ് എന്നുള്ള ഒരു മനോഭാവം പലപ്പോഴും വരണം. അത് നമ്മൾ ആ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപക്ഷെ അവിടെ അത് നല്ല രീതിയിൽ അത് ബിൽഡ് ചെയ്യാം, അങ്ങനെ ചെയ്യാമെന്നുള്ള പല തരത്തിലുള്ള നമുക്കൊരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ ആ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടാറുണ്ട്. പക്ഷേ അവിടുത്തെ നമ്മൾ റിയൽ ചാലഞ്ച് എന്ന് പറയുന്നത് ആ ഒരു മങ്കിയെ ട്രെയിൻ ചെയ്യിക്കുക എന്നുള്ളതാണ്. അത് ഒഴിവാക്കി ആ മറ്റൊരു സെക്കൻഡറി ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നതിലൂടെ നമ്മൾ ആ ഒരു റിയൽ ചാലഞ്ച് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ ഫേസ് ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്യുന്നത് മൂലം നമുക്ക് ആ ഒരു കാര്യത്തിൽ വിജയിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഓതർ പറയുന്നത്. അതൊരു റിയൽ ലൈഫ് എക്സാമ്പിളിലൂടെ പറയുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഒരു യൂട്യൂബിലൂടെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ
ഇപ്പോൾ യൂട്യൂബ് ചെയ്യുന്നതിലൂടെ ഒരു മങ്കി അല്ലെങ്കിൽ ആ ഒരു ഏറ്റവും റിയൽ ചാലഞ്ച് എന്ന് പറയുന്ന ഒരു നല്ല രീതിയിൽ ഒരു കാര്യത്തെ അവതരിപ്പിക്കുക, അത് നല്ല രീതിയിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അത് ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന തരത്തിലോട്ട് ആ കണ്ടന്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യം. അവിടുത്തെ ഈ പെഡസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് യൂട്യൂബിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സ് ആണ്. നല്ല ക്യാമറ ഉപയോഗിക്കുക, നല്ല മൈക്ക് ഉപയോഗിക്കുക, നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ സെക്കൻഡറി ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമുക്ക് പല ആളുകളും ചെയ്യാൻ ശ്രമിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നല്ലൊരു സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്യുക, നല്ല ക്യാമറ ഉപയോഗിക്കുക, നല്ല മൈക്ക് വാങ്ങുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടുത്തെ റിയൽ ചാലഞ്ച് എന്ന് പറയുന്നത് നല്ല രീതിയിൽ കാര്യങ്ങളെ പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പ്രസന്റേഷൻ നന്നാക്കാതെ നമ്മൾ ഏതൊക്കെ രീതിയിൽ ഓഡിയൻസിനെ എൻഗേജ് ചെയ്യാൻ ശ്രമിച്ചാലും ഒരു പ്രസന്റേഷൻ നന്നാവാതെ നമ്മുടെ ക്വാളിറ്റി എന്ന് പറയുന്നത്, ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ എങ്കിലും ഈ ഒരു ലക്ഷങ്ങളുടെ ക്യാമറയോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള മൈക്കോ കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് ഒരു റിയൽ പ്രോഗ്രസ് എന്ന് പറയുന്നത് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് വായിച്ച സമയത്ത് ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു മോഡേൺ കൾച്ചറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പെർസിവറൻസ് അല്ലെങ്കിൽ ഗ്രിറ്റ് എന്ന് പറയുന്ന ചില ക്വാളിറ്റീസിനെ വളരെയധികം ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. ഈ ബുക്ക് വായിക്കുന്നതിലൂടെ ഓഥർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ക്വിറ്റിംഗ് എന്ന് പറയുന്ന ഒരിക്കലും ഫെയിലിയർ എന്നുള്ള ഒരു കാര്യമായിട്ട് ഈക്വൽ അല്ല. പകരം അത് വളരെ കൃത്യമായിട്ട് അല്ലെങ്കിൽ വളരെ വൈസായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സക്സസ്സിലോട്ടുള്ള യാത്ര എന്ന് പറയുന്നത് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് നമുക്ക് അവിടെ എത്തിച്ചേരാം എന്നുള്ളതാണ് ഈ ബുക്കിലൂടെ ഓഥർ മെയിൻലി ഫോക്കസ് ചെയ്ത് സംസാരിക്കുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ബുക്കിനെ കുറിച്ച് സംസാരിക്കാനുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു കാര്യമായിട്ട് വീണ്ടും കാണാം.